നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട രണ്ട് അസറ്റുകളാണ്. ഒന്ന് ധനവും, രണ്ടാമത്തേത് സമയവും. ധനം ഉണ്ടാക്കണമെങ്കിൽ സമയം വേണം. സമയത്തെ ശരിയായ രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് ധനവും വേണം. ഇത് രണ്ടും പരസ്പര പൂരകങ്ങളാണ്. നമ്മളെല്ലാവരും പറയും ആയുസ്സും ആരോഗ്യവും വേണമെന്ന്. അപ്പൊ ആയുസ്സുണ്ട് ഒരു വ്യക്തിക്ക്, ആരോഗ്യമില്ലെങ്കിലോ? രോഗിയായിട്ട് 100 വർഷം ജീവിച്ചിട്ട് എന്ത് കാര്യം? ഒരു വ്യക്തിക്ക് ആരോഗ്യമുണ്ട്, പക്ഷെ ആയുസ്സില്ലെങ്കിലോ? അതും ശരിയാകില്ല. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് പണവും സമയവും. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എന്താണ്? അപ്പൊ നമ്മുടെ കയ്യിൽ എത്ര പണമുണ്ടെന്ന് നമുക്ക് വ്യക്തമായി ധാരണയുണ്ട്. എൻ്റെ പേഴ്സിൽ എത്ര രൂപ ഇരിപ്പുണ്ട്, എൻ്റെ പോക്കറ്റിൽ എത്ര രൂപ ഇരിപ്പുണ്ട്, ബാങ്കിൽ എത്ര ബാലൻസ് ഉണ്ട്, എത്ര ഫിക്സഡ് ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, ഇതെല്ലാം കൃത്യം കണക്കായിട്ട് നമ്മുടെ മുൻപിലുണ്ട്. എന്നാൽ നമ്മുടെ പക്കൽ എത്ര സമയമുണ്ടെന്ന് നമുക്കറിയാമോ? എല്ലാവരും പറയുന്നൊരു വാക്കാണ് സമയമില്ല, സമയമില്ല, സമയമില്ല. നോ ടൈം. എവിടെ പോയി സമയം? ഇപ്പൊ ധനമില്ല എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഉള്ള ധനം ഏതിന് ചെലവഴിച്ചിട്ടാണത് പോയത്. ഒരു വശം ധനം ചെലവഴിക്കുമ്പോൾ അപ്പുറം അസറ്റും ഉണ്ട്. ധനം ഒരു സാധനം വാങ്ങുമ്പോൾ ധനം പോയില്ലല്ലോ, പകരം സാധനം വന്നില്ലേ. അതൊരിക്കലും ഇല്ലാണ്ടാകുന്നില്ല. അതുകൊണ്ട് ധനം പോയി എന്നാരും പറയാറില്ല, ധനമില്ലെന്നും ആരും പറയാറില്ല. കൂടുതൽ സമയം പറയുന്നതാണ് സമയമില്ല. അപ്പൊ ധനം എത്രയുണ്ടെന്ന് നമുക്ക് വ്യക്തമായി ധാരണയുണ്ട്, അറിവുണ്ട് എങ്കിൽ നമ്മുടെ പക്കലുള്ള ഏറ്റവും വലിയ ധനമാകുന്ന സമയം എത്രയുണ്ടെന്ന് അതുമാത്രം നമുക്ക് അറിയില്ല. ഇത് തന്നെയാണ് പണവും സമയവും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം.